എന്താണ് വിവാഹം? എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇസ്ലാമിക ദൃഷ്ട്യാ വിവാഹത്തിന് പെൺകുട്ടികൾക്ക് ചെലവേതുമില്ല. അതുകൊണ്ട് തന്നെ വിവാഹത്തിന്റെ പേരിൽ പെൺകുട്ടികളെ സഹായിച്ചാൽ നാളെ ആഹൃത്തിൽ പ്രത്യേകം കൂലി കിട്ടാനുമില്ല. അതുകൊണ്ട് പെൺകുട്ടികളെ വിവാഹത്തിന് വേണ്ടിയുള്ള പരിപാടികൾ അത് രാഷ്ട്രീയക്കാർക്ക് കൊള്ളാം, ആദർശവാദികൾക്ക് പറ്റില്ല. കാരണം പെൺകുട്ടികൾക്ക് സാമ്പത്തിക ആവശ്യം വരുന്നില്ല കല്യാണത്തിന്. ഇസ്ലാമിക ദൃഷ്ട്യാ പെൺകുട്ടിക്ക് കല്യാണത്തിന്റെ ആവശ്യം ചെലവരുന്നില്ല. പൈസന്റെ ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്തെങ്കിലേ കൂലി കിട്ടുള്ളൂ. കല്യാണത്തിന്റെ പേര് പറഞ്ഞിട്ട് പെൺകുട്ടിയെ സഹായിക്കുന്ന പ്രശ്നം ഇസ്ലാമിലില്ല. അതേസമയം കെട്ടുന്ന ചെറുക്കന് 4 തരത്തിലുള്ള ചെലവുണ്ട് സാമ്പത്തികമായിട്ട് കല്യാണത്തിന്. നിക്കാഹ് എന്ന ഇബാദത്ത് പൂർത്തിയാക്കാൻ ഒരു ആണിന് 4 തരത്തിലുള്ള ചെലവുണ്ട്. ഒന്നാമത്തെ ചെലവ് പെണ്ണിന് മഹർ കൊടുക്കാൻ ആണ് ബാധ്യസ്ഥന. മഹർ കൊടുക്കാൻ ആണ് ബാധ്യസ്ഥന. ചുരുങ്ങിയത് ഒരു 5 പവനെങ്കിലും വാങ്ങണമെങ്കിൽ 50,000 രൂപ ഈ കാലഘട്ടത്തിന് വേണം. ഇത് പുരുഷന്റെ ചെലവാണ്, കെട്ടുന്ന ആണിന്റെ ചെലവാണ്. 2, അന്നത്തേക്കുള്ള അവന്റെയും അവളെയും വസ്ത്രം വാങ്ങൽ അവന് നിർബന്ധമാണ്. 3, വലീമ എന്ന സൽക്കാരം ആണിന് നിർബന്ധമാണ്, സുന്നത്താണ്. ഇതും പെണ്ണിനില്ല. 4, തുടർന്നങ്ങോട്ട് താമസിക്കുക, തുടർന്നങ്ങോട്ട് ഭക്ഷണം ഈ പെണ്ണിന്റെ ഉത്തരവാദിത്തം ആണിനാണ്. ഈ 4 കാരണത്താൽ നിക്കാഹിലൂടെ ആണിന് സാമ്പത്തിക ബാധ്യതയുണ്ട്. ഒരു ബാധ്യതയും പെണ്ണിനില്ല ഇസ്ലാമിക ദൃഷ്ട്യാ. അതുകൊണ്ട് തന്നെ കല്യാണത്തിന്റെ പേരിൽ പെണ്ണിനെ സഹായിച്ചു എന്ന് വെച്ചിട്ട് പ്രത്യേക കൂലി കിട്ടാനില്ല. ആണിനെ സഹായിച്ചാലോ സഹദ് റളിയല്ലാഹു തആല അൻഹുവിന് ഉസ്മാൻ റളിയല്ലാഹുവിനെ സഹായിച്ചതുപോലെയുള്ള പ്രതിഫലം കിട്ടും. ആണിനെ സഹായിച്ചാൽ. അപ്പൊ ചെയ്യാൻ പറ്റുന്ന ജോലി എന്താണ്? പെണ്ണിന്റെ കല്യാണം നടക്കുമ്പോൾ അത് ശ്രദ്ധിക്കലല്ല, ആണിന്റെ കല്യാണം. ആ പെണ്ണിനെ കെട്ടുന്നവൻ ആരാണ്? അവനെ നാം ചെന്ന് കാണുക, അതിന് നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കുക. എന്നിട്ട് അവനോട് ചോദിക്കുക, മഹറിന്റെ വല്ലതുണ്ടോ നിന്റെ കയ്യിൽ? ഡ്രസ് എടുക്കാൻ വല്ലതുണ്ടോ നിന്റെ കയ്യിൽ? തുടർന്ന് അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്കെങ്കിലും താമസിക്കാൻ ജീവിക്കാൻ വല്ലതുണ്ടോ? ഇല്ല. നീ എന്താ ചെയ്തിരിക്കുന്നത്? ഞാൻ പെണ്ണിന്റെ തന്തനോട് കൈക്കൂലി വാങ്ങിയിരിക്കുന്നു. സ്ത്രീധനം. ഇവിടെയാണ് സ്ത്രീധനം മുളക്കുന്നത്. സ്ത്രീധനം എന്ന പിശാച് മുളക്കുന്നത് ഇവിടെയാണ്. മുസ്ലിം ഉമ്മ ചെറുപ്പക്കാരന് ആദർശപരമായി ചെയ്യേണ്ട സൗകര്യം ചെയ്യാതെ വന്നപ്പോൾ ചെറുപ്പക്കാരൻ കാശുണ്ടാക്കാൻ വേണ്ടി അനധികൃതമായ വഴി സ്വീകരിച്ചു. എന്താണ് വഴി? പെണ്ണിന്റെ ബാപ്പായെ ഭീഷണിപ്പെടുത്തുക. നിങ്ങളുടെ മോളെ ഞാൻ കെട്ടണോ, പൈസ തരണം. എന്നിട്ട് ആ പൈസ വാങ്ങുക, എന്നിട്ട് ആ പെണ്ണിന് തന്നെ മറു വാങ്ങിക്കൊടുക്കുക. ഈ പിരാന്തി സമുദായത്തിൽ ഉണ്ടാകാൻ കാരണം എന്താ? വേറെ ഞാൻ ചോദിക്കട്ടെ, ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും കൂടി ലെറ്റർ പെണ്ണ് ഒപ്പിട്ട് കൊടുത്തു. ഇദ്ദേഹത്തിന് 4 പെൺപിള്ളുണ്ട്, മൂത്തയുടെ കല്യാണം സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കണം. യാചിക്കാൻ തെണ്ണാൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് കമ്മിറ്റിക്കാർ വിട്ടില്ലേ? യുമ്പത്തിനെ വിട്ടില്ലേ? നാളായ നാളുകൂടെ കുറച്ച് തെണ്ടിയില്ല ഇവൻ. എന്റെ മോളെ കല്യാണം എന്ന് പറഞ്ഞിട്ട് തെണ്ടിക്കൊണ്ടുവന്ന കാശിന് ഇതേപോലത്തെ പന്തളം കെട്ടി ഖത്തീബിനെയും വിളിച്ച കല്യാണത്തിന്, പ്രസിഡന്റിനെയും വിളിച്ച കല്യാണത്തിന്, സെക്രട്ടറിയെ വിളിച്ച കല്യാണത്തിന് ആ പെണ്ണിന്റെ ബാപ്പ തെണ്ടിക്കൊണ്ടുവന്ന കാശിനുണ്ടാക്കിയ ബിരിയാണി ഉളുപ്പില്ലാതെ തിന്നില്ലേ? നാട്ടുകാരായ നമ്മൾ പോയിട്ട് തിന്നില്ലേ? ഉളുപ്പുണ്ടോ നമുക്ക്? നാണമുണ്ടോ നമുക്ക്? ആ പെണ്ണിന്റെ ബാപ്പ തെണ്ടിക്കൊണ്ടുവന്ന പൈസയല്ലേ? കല്യാണത്തിന് വിളിച്ചതല്ലേ? പോതെ വെച്ചോ? വെറുതെ കിട്ടുന്ന ബിരിയാണിയല്ലേ? തിന്നിട്ട് വന്നില്ലേന്നാ? ഇമാമും തിന്നില്ലേ? പ്രസിഡന്റും തിന്നില്ലേ? സെക്രട്ടറിയും തിന്നില്ലേ? നാട്ടിലെ നേവാൻ തിന്നില്ലേ? ഏത് പൈസ? ഏത് ചോറ്? ആ ബിരിയാണിന്റെ ഉടമണം ഏതാ? ആ ബിരിയാണിന്റെ ഉടമണം സ്രോതസ് ഏതാ? ആ ബിരിയാണിന്റെ സോസ് ഏതാ? യാചിച്ചു കൊണ്ടുവന്ന പൈസ അല്ലാതെ പറയാൻ പറ്റുമോ? തെണ്ടിക്കൊണ്ടുവന്ന പൈസ. ജമാഅത്ത് കമ്മിറ്റിന്റെ ലെറ്റർ ഫണ്ട് എഴുതിയിട്ട് തെണ്ടാൻ പോയ പൈസ. ആ പൈസക്ക് ഇവൻ അടിപൊളി ബിരിയാണി. ആരാന്റെ പൈസക്ക്? അവൻ ബിരിയാണി വെച്ചത് ശരി, നീ പോയിട്ട് തിന്നാൻ നിനക്ക് ഇച്ചിരി ഉളുപ്പുണ്ടോ? ഈ യാചിച്ചു കൊണ്ടുവന്ന പൈസ തിന്നാൻ. ഇതാണ് ഈ സമുദായം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവനെ തെണ്ടാനയക്കുക, എന്നിട്ട് അവൻ പൈസയും കൊണ്ട് വന്നിട്ട് ബിരിയാണി വെച്ചാൽ നമ്മൾ തിന്നാൻ പോവുക. എന്തൊരു ഉളുപ്പില്ലാത്ത സമുദായം, എന്തൊരു നാണക്കേടാണിത്, എന്തൊരു ഘോഷത്തരമാണിത്. ഈ അഥവാ സ്ത്രീധനം പെണ്ണിന്റെ ബാപ്പാനെ പീഡിപ്പിച്ച് ഭേദിപ്പിച്ച് ആ പെണ്ണിന്റെ ബാപ്പ വീട് പണയം വെച്ച് അല്ലെങ്കിൽ സ്വത്ത് വിറ്റ് കാശുണ്ടാക്കി കൊടുത്തൊരു 4 ലക്ഷം 5 ലക്ഷം ഉറുപ്പിക കമ്മിറ്റിന്റെ വക 5 ലക്ഷം ഉറുപ്പികൾക്ക് ടാക്സ് 3%, 15,000 ഉറുപ്പിക കമ്മിറ്റിക്ക്. ബിസ്മിയും കുട്ടി കള്ളുടിക്കുന്ന മാതിരി.
ഇവൻ ചെയ്തതോ തെറ്റ്, അതിന്റെ വല്ല ടാക്സ് പള്ളിക്ക്, അള്ളാന്റെ വീട്ടിന്. ഈ ഉമ്മത്ത് ചെയ്ത് തോന്നിവാസമല്ലേ? എന്താ ഒരു പരിവർത്തനം ഈ സമുദായത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല? നിസ്കാരത്തിന്റെ കാര്യത്തിൽ എന്തെല്ലാം പരിവർത്തനം ഉണ്ടായി, നോമ്പിന്റെ കാര്യത്തിൽ എന്തെല്ലാം പരിവർത്തനം ഉണ്ടായി, പള്ളിന്റെ കാര്യത്തിൽ എന്തെല്ലാം പരിവർത്തനം ഉണ്ടായി. എന്താ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സമുദായത്തിന് പറ്റാത്തത്? എന്താ പറ്റാത്തത്? ശരിയാണ്, ജനകീയ പ്രാധാന്യമുള്ള, ജനകീയ അടിത്തറയുള്ള വിവാഹം എന്ന ഇബാദത്തിനെ ഇസ്ലാമികവൽക്കരിക്കാൻ ശൈത്താൻ വിടുന്നില്ല. അതാണ് കാരണം. എവിടെയാണ് നാം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത്? ഇനി വേറൊരു കാര്യം, സ്ത്രീധനം. എന്താണ് സ്ത്രീധനം? തെക്കൻകാലത്തെ സ്ത്രീധനത്തിന്റെ പേര് രണ്ട് ഏർപ്പാടുകളുണ്ട്. ഒന്ന് അച്ചാരം, പിന്നൊന്ന് സ്ത്രീധനം. അച്ചാരം വല്ലാഹി ഹറാമാണ്, മുസ്തലഖൻ ഹറാമാണ്, മുത്തലഖൻ ഹറാമാണ്. കാരണം ഒന്നിക്കില 2 ലക്ഷം ഉറുപ്പിക അച്ചാരം ഏത് വകുപ്പിലാണ് പെടുത്തുക? മിൽക്കിയത്ത് സുബൂത്താകാതെ ഇസ്തിമാൽ ചെയ്യാൻ പറ്റുകയില്ല, ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഈ ആണിന്റെ കയ്യിൽ വന്ന ഈ 2 ലക്ഷം ഉറുപ്പിക എങ്ങനെയാണ് ഇവന്റെ മിൽക്കിയത്തിന്റെ സ്വഭാവം? പെണ്ണിന്റെ ബാപ്പ ഹദിയ കൊടുത്തതാണെന്ന് പറയുന്നു അല്ലേ? ഹദിയ, ഹദിയ. ഞാൻ ചോദിക്കട്ടെ, ഈ കല്യാണം തലാക്കിൽ കലാശിച്ചാൽ, ഈ കല്യാണം എന്തെങ്കിലും പ്രശ്നമുണ്ടായി, തലാക്കിൽ കലാശിച്ചു, മധ്യസ്ഥക്കാർ കൂടിയിരുന്നു, തലാക്ക് കൊടുക്കുമ്പോൾ ഈ 2 ലക്ഷം തിരിച്ചു കൊടുക്കണോ വേണ്ടയോ? നാട്ടുനടപ്പനുസരിച്ച്, നാട്ടുനടപ്പനുസരിച്ച് വേണം, കൊടുക്കണം. കാരണം ഇവൻ തലാക്കയിൽ ഒഴിവാകാൻ മെനക്കെടുമ്പോൾ അവന് കൊടുത്ത സാമ്പത്തികം എല്ലാം തിരിച്ചു വാങ്ങാൻ ബാപ്പ തയ്യാറാവുമല്ലോ. സാധാരണ നമ്മൾ മധ്യസ്ഥം വഹിച്ചിടത്തോളം അങ്ങനെ കാണുന്നു. അപ്പൊ ഈ ഹദിയ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങുന്നതിന്റെ ഹുക്കും എന്താണ്? ഹദിയ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങുന്നതിന്റെ ഹുക്കും എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഛർദ്ദിച്ചത് വീണ്ടും വിഴുങ്ങുന്നത് പോലെയാണെന്ന്. പിന്നെ എങ്ങനെ മടക്കി വാങ്ങാൻ പറ്റും? അപ്പൊ ഹദിയല്ല, അപ്പൊ ഹദിയല്ല. പിന്നെ പറയും കടം. പെണ്ണിന്റെ ബാപ്പ ഇവന് കടം കൊടുത്താണെന്ന്. അയാൾക്ക് വേറെ ജോലിയില്ല. പെണ്ണിന്റെ ബാപ്പ ഇവന് കടം കൊടുത്താണെന്ന്. ഇനി അങ്ങനെ തന്നെ വെച്ചോളി. കടം കൊടുത്തതാണോ? നീ കല്യാണം കഴിച്ച് എത്ര വർഷമായി? 2 ലക്ഷം ഉറുപ്പിക അച്ചാരം വാങ്ങിയിട്ടുണ്ട്. നീ കടം തന്നതാ. 10 വർഷമായി നീ കല്യാണം കഴിച്ചിട്ട്. ഈ 10 വർഷത്തെ സക്കാത്തും കൊടുക്കാൻ ഈ പെണ്ണിന്റെ ബാപ്പ ബാധ്യസ്ഥനാണ്. ഈ 2 ലക്ഷത്തിന്റെ സക്കാത്ത് ആര് കൊടുക്കണം? പെണ്ണിന്റെ ബാപ്പ കൊടുക്കണം. കൊടുക്കാറുണ്ടോ? ഞാൻ അങ്ങനെയാണ് കടം കൊടുത്തല്ല ഉസ്താദേ. അപ്പൊ കടവുമല്ല. സക്കാത്താണോ സദക്കയാണോ? സക്കാത്താണോ സദക്കയാണോ? സക്കാത്തും സദക്കയുമാണെങ്കിൽ ഈ പെണ്ണിന്റെ ഈ ചെറുക്കൻ സക്കാത്തിന് അർഹതപ്പെട്ട 8 കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളാണ്. പെണ്ണിന്റെ ബാപ്പ സമ്മതിക്കുകയാണ്, സക്കാത്തുമാലി, എനിക്ക് നിർബന്ധമായ സക്കാത്ത് 2 ലക്ഷം ഉറുപ്പിക നിനക്ക് സക്കാത്തിന്റെ വക. ഓക്കെ, ആ 2 ലക്ഷം എനിക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണോ? നാട്ടിടപ്പ് അങ്ങനെയാണോ? 2 കൊല്ലം കഴിഞ്ഞിട്ട് തലാക്കിൽ കലാശിച്ചാൽ എന്റെ 2 ലക്ഷം തന്നിട്ട് തലാക്കും വെച്ചിട്ട് ഓടാന്ന് പറയുമ്പോ അപ്പൊ പിന്നെ സക്കാത്തും ഉണ്ടാവില്ല, സദക്കി ഉണ്ടാവില്ല. അപ്പൊ സക്കാത്തും സദക്കിയോ അതുമല്ല. ഇനി നിങ്ങൾ പറ, ഈ 2 ലക്ഷത്തിന്റെ ഹുക്കും എന്താണ്? വിവാഹത്തിന്റെ പേരിൽ പെണ്ണിന്റെ ബാപ്പാനെ ചൂഷണം ചെയ്തുണ്ടാക്കിയ കാശ്, കൊള്ളക്കാശ്, കള്ള മുതലിന് കണക്കാണ്. ആ പൈസക്ക് ഉണ്ടാക്കിയ ബിരിയാണി വല്ലാഹി തിന്നാൻ പറ്റില്ല, ആ കല്യാണത്തിൽ പങ്കെടുക്കാനും പറ്റൂല. കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ വല്ല ഒഴുപ്പുള്ള സുഹൃത്ത്, വിവാഹത്തിന്റെ പേരിൽ പെണ്ണിന്റെ ബാപ്പാനെ ചൂഷണം ചെയ്തുണ്ടാക്കിയ കാശ്, കൊള്ളക്കാശ്, കള്ള മുതലിന് കണക്കാണ്. ആ പൈസക്ക് ഉണ്ടാക്കിയ ബിരിയാണി വല്ലാഹി തിന്നാൻ പറ്റില്ല, ആ കല്യാണത്തിൽ പങ്കെടുക്കാനും പറ്റൂല. കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ വല്ല ഒഴുപ്പുള്ള സുഹൃത്തുക്കളെ ഉമ്മത്തിന്, ഓഡിറ്റോറിയത്തിൽ പെണ്ണിന്റെ വാപ്പ 5000 ആക്കി ചോറുണ്ടാക്കി വെച്ചിരിക്കുക. ആർക്കെന്നറിയോ? ആണിന്റെ ഒന്നിച്ചു വരുന്ന മൂതിയ കേക്ക്. അതിലാര് കാണും? മുസ്ലിം കാണും, മുശ്രിക്ക് കാണും, മുൽഹിദ് കാണും, ഫാസിസ്റ്റും കാണും, സയനിസ്റ്റും കാണും, സിയോണിസ്റ്റ്, എല്ലാ ചെകുത്താനും മണ്ഡലിയും കാണും. ഇവനിക്കെല്ലാം ചോറ് കൊടുക്കാൻ വിധിക്കപ്പെട്ടവൻ ആര്? പെണ്ണിന്റെ ബാപ്പ അല്ലേ? നിങ്ങളുടെ സമ്പ്രദായം. ഇവൻ 5000 ആളെ കൂട്ടിക്കൊണ്ടാണ് ചോറ് കൊടുക്കാൻ വിധിക്കപ്പെട്ട പെണ്ണിന്റെ ബാപ്പയല്ലേ? അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ബാപ്പയ്ക്ക് രക്ഷ കിട്ടോ? ഈ ചെറുപ്പക്കാരെല്ലാം കൂടി ആ ഓടിച്ചോളത്തെ അടിക്കൂല അവിടെ? എന്താണ് ഈ ചോറിന്റെ ഹുക്കുമ്? എന്താണ് ഈ ചോറിന്റെ ഹുക്കുമ്? ശരിയാ, ഈ ചോറിന് ഒരു പിടി വാരി ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താൽ
പെണ്ണിന്റെ ബാപ്പാന്റെ രക്തത്തിന്റെ ഗ്രൂപ്പ് മനസ്സിലാക്കാൻ പറ്റും. അത്ര മലീമസമാണ് ഈ ചോറ്. സ്ത്രീധനം വാങ്ങിയ ചോറ്, അച്ചാര പൈസക്ക് ഉണ്ടാക്കിയ ചോറ്. ഈ ഉമ്മത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ ഉമ്മത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാണ് ഈ ഉമ്മത്തെ ഇത് ഏറ്റവും വലിയ ദ്രോഹം. ജനകീയവൽക്കരിക്കപ്പെട്ട ഇബാദത്തായ വിവാഹത്തെ ജൂതവൽക്കരിച്ചു കാശിന് വേണ്ടി. പണമുള്ളവൻ ആർഭാടം കാണിക്കാൻ, പണമില്ലാത്തവൻ പണം സമ്പാദിക്കാൻ. രണ്ടാവശ്യങ്ങൾക്കാണ് ഇപ്പോൾ നിക്കാഹ് ഉപയോഗിക്കുന്നത്. പണമില്ലാത്തവൻ പണം ഉണ്ടാക്കാൻ, പണമുള്ളവൻ ധൂർത്തടിക്കാൻ. ഇത് മാറണം. ഇത് മാറണം. ബന്ധുക്കളെ വിളിക്കാന്നുള്ള പരിപാടി വിവാഹത്തിനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധുക്കൾ ഇല്ലാഞ്ഞിട്ടല്ല, കുടുംബക്കാരില്ലാഞ്ഞിട്ടല്ല. എന്നിട്ട് കുറെ ആളെയും കൂട്ടി പന്തലും വെച്ച് മൈക്കും വെച്ചിട്ട് അറിയപ്പെട്ട മുസ്ലിയാരെ പ്രസംഗം, ഈ ബൂർഷന്റെ കല്യാണത്തിന്റെ പരസ്യം, മുസ്ലിയാരെ പ്രസംഗം, മുസ്ലിയാക്ക് കൈമടക്കും. നല്ല വിവാഹമായിരുന്നു, ഉഗ്ര അടിപൊളി പ്രസംഗമായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. അവസാനം അഷ്റഫുൽ ഖൽഖിന്റെ മുഖം മാത്രം വാടി തളർന്നു പോയിരിക്കുന്നു. അത് കുഴപ്പമില്ല, നിബിധങ്ങളല്ലേ, ബുഷല്ലല്ലോ. നിബിധങ്ങൾ റഊഫും റഹീമും അല്ലേ. ബുഷ് വിചാരിച്ചാലേ കോണ്ടനോമിലെത്തിക്കുള്ളൂ. ബുഷ് വിചാരിച്ചാലേ കോണ്ടനോമിലെത്തുള്ളൂ. അഷ്റഫുൽ ഖൽഖ് റഊഫും റഹീമും അല്ലേ. അന്തുകൾ കളിച്ചാലും കുഴപ്പമില്ല. ഈ ഉമ്മത്ത് നല്ല വില കൊടുക്കേണ്ടി വരും പുതിയ നൂറ്റാണ്ടിൽ. എന്റെ ശബ്ദം കേൾക്കുന്ന പെണ്ണുങ്ങളോട്, പെൺകുട്ടികളോട് ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയട്ടെ, ഈ പുതിയ നൂറ്റാണ്ടിന്റെ ശൈശവദശ, ബാല്യദശ ഈ ഉമ്മത്ത് നല്ല കനത്ത വില കൊടുക്കേണ്ടി വരും. ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. എന്തിനെന്നറിയോ? പുതിയ നൂറ്റാണ്ട് ഇസ്ലാമിൻ്റെതാണ്. പുതിയ നൂറ്റാണ്ട് ഇസ്ലാമിൻ്റെതാണ്. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. ഒരിക്കലും സോഷ്യലിസമിന് തിരിച്ചു വരില്ല. അതെ, അമേരിക്കൻ സാമ്രാജ്യത്വ അധിനിവേശ ശക്തികളുടെ കയ്യിൽ നിന്ന് ക്യാപിറ്റലിസത്തെ ഉടമസ്ഥനായ റബ്ബ് എടുത്തു മാറ്റാൻ സമയം അടുത്തിരിക്കുകയാണ്. അങ്ങനെ ക്യാപിറ്റലിസവും അകാല ചർമ്മം പ്രാപിച്ചാൽ സോഷ്യലിസവും ലോകത്തുണ്ടാവില്ല, ക്യാപിറ്റലിസവും ലോകത്തുണ്ടാവുകയില്ല. ആ സമയത്ത് ലോകത്തുള്ള ബുദ്ധിജീവികൾ ഒരുമിച്ച് കൂടിയിരിക്കും വട്ടമേശ സമ്മേളനം. ഭൂലോകത്തുള്ള 700,000 കോടി ജനങ്ങളെ നയിക്കാൻ ഇനി എന്താണ് വഴി? ഇസ്ലാം, ഇസ്ലാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതാണ് പുതിയ നൂറ്റാണ്ടിന്റെ ചരിത്രം. പുതിയ നൂറ്റാണ്ടിന്റെ ദിശ അതാണ്. പുതിയ നൂറ്റാണ്ടിന്റെ പോക്ക് അങ്ങോട്ടാണ്. വല്ലാഹി അങ്ങോട്ടാണ്. ബദഅ അൽ ഇസ്ലാമു ഗരീബ ഫസയഉദു കമാ ബദഅ ഗരീബ ഫതൂബാ ലിൽ ഖുറബ, ഫതൂബാ ലിൽ ഖുറബ. ആ വാക്കിനാണ് അടിവര, ആ വാക്കിനാണ് അടിവര. ഫതൂബാ ലിൽ ഖുറബ. ആരോരുമില്ലാത്തവർക്ക് ആശംസകൾ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബദഅ അൽ ഇസ്ലാമു ഗരീബ, പരിശുദ്ധമായ ദീൻ ഇസ്ലാം ആരും തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത ചുറ്റുപാടിലാണ് തുടങ്ങിയത്. ഫസയഉദു കമാ ബദഅ ഗരീബ, ആരും തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് മടങ്ങും. ഫതൂബാ ലിൽ ഖുറബ. ആ സമയത്ത് ഒരു കൂട്ടം പാവങ്ങൾ ഈ ദീനുൽ ഇസ്ലാമിനെ ഏറ്റെടുക്കും. അവർക്ക് ആശംസകൾ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ. തൂബാലഹും തൂബാലഹും തൂബാലഹും. ഈ ആശംസയുടെ കാലം വരാൻ പോവുകയാണ്. അൽഹംദുലില്ലാഹ്, സുമ്മ അൽഹംദുലില്ലാഹ്, സുമ്മ അൽഹംദുലില്ലാഹ്. തിരുവനന്തപുരം വരെയുള്ള രാജ്യങ്ങളിൽ, മെട്രോപൊളിറ്റൻ സിറ്റികളിൽ 1980-90 കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ തടവറയിൽ നിന്ന് കൂച്ചുവിലങ്ങ് പൊട്ടിച്ചു പുറത്തിറങ്ങിയ മുസ്ലിം യുവത ആദർശത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും രാജപാതയിലേക്ക് ചേക്കേറുകയും പള്ളിന്റെ മിമ്പറിലും മെഹ്റാബിലും അഭയം തേടുകയും ആദർശത്തിന്റെ കൈത്തിരിയുമായിട്ട് അവർ അള്ളാഹുവിന്റെ പാശത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ദീനുൽ ഇസ്ലാമിന്റെ തിരിച്ചുവരവ് വിവാഹത്തിനും നാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്, നിക്കാഹിനും നാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ലൈൻ 100% ആരും വിശ്വസിക്കേണ്ട. പോസിറ്റീവിലേക്ക് സമുദായം തിരിച്ചു വരുന്നുണ്ട്. പോസിറ്റീവ് ലൈനിലേക്ക് സമുദായം തിരിച്ചു വരുന്നുണ്ട്. അടുത്ത കാലത്തായി തിരുവനന്തപുരം അങ്ങാടിയിൽ വെച്ച് ഒട്ടനവധി നിക്കാഹുകൾ നടന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തിപ്പെടുത്തത്തക്ക വിധത്തിൽ. അതെ, ഈ സമുദായത്തിലെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവനും ഈ സമുദായത്തിലെ ഉന്തുവണ്ടി വലിക്കുന്നവനും പിൻപറ്റാൻ ആളുണ്ടാവണം. ഭൂഷന്മാരായ കുറെ പണക്കാരൻ ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് മോളെ കല്യാണം നടത്തുമ്പോൾ ഒരുപക്ഷെ ഉന്തുവണ്ടി വലിക്കാൻ ചിന്തിക്കും, എന്റെ മോളെ കല്യാണം നടത്താൻ എനിക്കൊന്നും വഴിയില്ലല്ലോ, കുഴപ്പമില്ല, എന്റെ പള്ളിയിൽ ഉസ്താദ് നടത്തുന്ന പോലെ എനിക്ക് നടത്തിയാൽ മതി, ഉസ്താദ് എന്റെ ഭാഗത്തായിരിക്കുമെന്ന്. ഈ പാവട്ടോ ചിന്തിച്ചങ്ങനെയാണ്. കാരണം പള്ളിയിൽ ഉസ്താദ് എന്റെ അഷ്റഫുൽ ഖൽഖിന്റെ അനന്തരാവകാശിയാണ്. എന്റെ ഹബീബ് ചെയ്ത പോലെ എന്റെ പള്ളിയിൽ ഉസ്താദ് ചെയ്യും, അതുപോലെ എനിക്ക് ചെയ്യാം എന്ന് എന്റെ മോളോട് എനിക്ക് അങ്ങനെ പറയാം. ആ ഭൂഷൻ മുതലാളിനെ നോക്കണ്ട മോളെ, പള്ളിയിൽ ഉസ്താദ് നമുക്ക് നോക്കിയാൽ മതി. പള്ളിയിൽ ഉസ്താദും ഭൂഷനായാൽ പിന്നെ ഈ സമുദായത്തിലെ അടിത്തട്ടിലുള്ളവൻ ഇനി എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോകും? ഒരിടത്തേക്ക് പോകാൻ പറ്റില്ല. ദീനിന്റെ
വലിയ ദുരിതം അതാണ്. ഉമ്മത്തിൽ വന്ന ഏറ്റവും വലിയ ദുരിതം അതാണ്. ഏറ്റവും വലിയ ദുരിതം, രണ്ടാമത്തെ ദുരിതം റിയൽ എസ്റ്റേറ്റ് മാഫിയ. ദീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തകന്മാരെന്ന് പറയുന്നവർ പോലും, ദായികൾ എന്ന് പറയുന്നവർ പോലും പൈസകൾ മാഫിയകളിൽ നിന്ന് സംഘടിപ്പിച്ച് 10 സെന്റ് 5 സെന്റ് വൻ പൊൻ വില കൊടുത്ത് വാങ്ങി സ്വന്തം കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. മനസ്സിലാക്കിക്കൊള്ളുക, ഭൂമി ബിസിനസിന് വേണ്ടിയുള്ളതല്ല. അല്ലാഹു റസൂൽ പറഞ്ഞു, കൃഷിയോ നടക്കാത്ത ഭൂമി, കൃഷിയോഗ്യമല്ലാത്ത ഭൂമി, അഥവാ ഒഴിഞ്ഞിടക്കുന്ന ഭൂമി അള്ളാഹുവിന്റെ റസൂലിലുള്ളതാണ്. ഗവൺമെന്റ് അത് പിടിച്ചെടുക്കണം, എന്നിട്ട് ഇല്ലാത്തവർക്ക് കൊടുക്കണമെന്ന് ആശയം. അതുകൊണ്ട് തന്നെ അച്യുതാനന്ദൻ ഒരുപക്ഷെ ഇസ്ലാം നോക്കിയിട്ടായിരിക്കില്ല, ഒരുപക്ഷെ അച്യുതാനന്ദന്റെ ആദർശമായിരിക്കാം ഭൂമാഫിയയിൽ നിന്ന് പിടിച്ചെടുക്കാനും അത് പാവപ്പെട്ടവന് കൊടുക്കാനും ഒരു നിയമം കൊണ്ടുവന്നാൽ മൂന്നാറ് പോലെ ആകാതിരുന്നാ മതി, പകുതിക്ക് മരിക്കാതിരുന്നാ മതി. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇസ്ലാമിക ദൃഷ്ട്യ അവിടെ ഇവിടെയും 5 സെന്റും 10 സെന്റും ബിസിനസിന് വേണ്ടി വാങ്ങിവെച്ച് മുന്തിയ വില വരുന്നവരെ കാത്തിരിക്കുന്ന ബിസിനസ്സുകാർ ലാലിമ്യങ്ങളാണ്, അക്രമികളാണ്. ദീനുൽ ഇസ്ലാമിൽ ആ ബിസിനസ്സിന് ഒരു അർത്ഥവുമില്ല. മാത്രമല്ല, ആ ഭൂമിക്ക് മുഴുവനും സക്കാത്ത് കൊടുക്കാൻ ആ ബിസിനസ്സുകാർ ബാധ്യസ്ഥരുമാണ്. ആ ഭൂമിക്ക് സക്കാത്ത് കൊടുക്കാൻ ആ ബിസിനസ്സുകാർ ബാധ്യസ്ഥരാണ്. ഞാനൊരു 10 സെന്റ് ഇവിടെ വാങ്ങി, 5 സെന്റ് അവിടെ വാങ്ങി, 5 സെന്റ് അവിടെ വാങ്ങി, എല്ലാം കൂടി കണക്കൂട്ടുമ്പോൾ കോടിക്കണക്കിന് വല്ലാഹി 2.5% വെച്ച് സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ മുതൽ ഹറാമിന്റെ മുതലാണ്. ഭൂമി വിൽപ്പനക്കുള്ളതല്ല, ഭൂമി കൃഷിക്ക് വേണ്ടിയുള്ളതും അന്ത്യുറങ്ങാൻ വേണ്ടിയുള്ളതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ. അല്ലാഹു തആല ഭൂമിയെ പറ്റി പറഞ്ഞെന്താ, ജഅല ലക്കുമുൽ അർള ഫിറാശ. അന്ത്യുറങ്ങാൻ ഭൂമിയില്ലാതെ തെരുവിൽ സമൂഹത്തിലെ ഭൂരിപക്ഷം കടന്നുറങ്ങുമ്പോൾ ഇസ്ലാമിന്റെ പ്രബോധകന്മാരടക്കം കോടിക്കണക്കിന് ചെലവഴിച്ച് ഭൂമി വാങ്ങിക്കൂട്ടിയിട്ട് പാവപ്പെട്ടവന്റെ ആവശ്യത്തെ ചൂഷണം ചെയ്ത് രക്തം കുടിയന്മാരായി മാറിയിരിക്കുകയാണ് ഇസ്ലാമിന്റെ പ്രബോധകന്മാരും ചില പണ്ഡിതന്മാർ വരെ വേണം ഇതിനൊരു അറുതി ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ മയ്യിത്ത് കെട്ടിന്റെ കാര്യത്തിലും ചാമോത്തം എന്ന കാര്യത്തിലും 3-ാം പാത്തിന്റെ കാര്യത്തിലും മാത്രം ഇസ്ലാം നോക്കിയാൽ മതി, ബാക്കിയുള്ളെല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ മുസ്ലിയാക്കന്മാരടക്കം ഫത്ത് കൊടുക്കുന്നത് ഈ ഭൂഷന്മാരായ മുസ്ലിയാക്കന്മാരാ, ഇസ്ലാമിന്റെ കൊലയാളികളായ പണ്ഡിതന്മാർ, ചിലർ ഭൂമാഫിയക്കാർ. ഇസ്ലാമിന് അങ്ങനെ ഒരു ബിസിനസ് ഇല്ല. അക്രമമാണ്. അവശ്യ വസ്തുക്കളെ പൈസ കുറഞ്ഞ സമയത്ത് വാങ്ങിക്കൂട്ടുകയും പൈസ കൂടാൻ വേണ്ടി കാത്തിരിക്കുകയും അതുവരെ ഒളിപ്പിച്ചു വെക്കുകയും പൈസ കൂടിയാൽ വിറ്റഴിക്കുകയും ചെയ്യുന്നവർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് പൂഴ്ത്തിവെപ്പുകാരനാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്. എങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ നടത്തുന്ന മുസ്ലിമീങ്ങൾ, ഇസ്ലാമിന്റെ പ്രബോധകന്മാരുണ്ടാവാം, പണ്ഡിതന്മാരുണ്ടാകാം, ഇസ്ലാമിക ദൃഷ്ടി അവർ ശപിക്കപ്പെട്ടവർ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പഴുത്ത പഴമൊന്നല്ല, തൊലി പൊളിച്ചിട്ട് ടാഗൊക്കെ വിഴുങ്ങാൻ. ഇസ്ലാമിന്റെ അഡ്രസ്സിൽ ജീവിക്കുന്നു കുറെ ബൂർഷന്മാർ, കുറെ പണ്ഡിതന്മാരും. ആത്മീയ ബിസിനസ് ഏറ്റവും നല്ല മാർക്കറ്റുള്ള ബിസിനസ്സാണ് ആത്മീയ ബിസിനസ്. ഇസ്ലാമിനെ ഉപയോഗിച്ച് ചെയ്ത് കൊള്ളക്കാർക്ക് കച്ചവടം നടത്താം. ഇസ്ലാമിന്റെ അഡ്രസ് ഉണ്ടായാൽ മതി, ഇസ്ലാമിന്റെ അടയാളം ഉണ്ടായാൽ മതി. ആത്മീയ ബിസിനസ് ഏറ്റവും നല്ല മാർക്കറ്റുള്ള ബിസിനസ്സാണ് ആത്മീയ ബിസിനസ്. ഇസ്ലാമിനെ ഉപയോഗിച്ച് ചെയ്ത് കൊള്ളക്കാർക്ക് കച്ചവടം നടത്താം. ഇസ്ലാമിന്റെ അഡ്രസ് ഉണ്ടായാൽ മതി, ഇസ്ലാമിന്റെ അടയാളം ഉണ്ടായാൽ മതി. എല്ലാ മേഖലകളിലും ഇസ്ലാമിന്റെ അഡ്രസ് വ്യാപകമായിരിക്കുകയാണ്, നാശത്തിന്റെ വിത്തുകുത്തിയിരിക്കുകയാണ്. സൂക്ഷിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിയുമോ? തടിയറിയാതെ മേലനങ്ങാതെ കാശുണ്ടാക്കുക എന്നുള്ള ജൂത പോളിസിയാണ്. ജൂത പോളിസി റിയൽ എസ്റ്റേറ്റ് മാഫിയ അതാണ്. ബിസിനസ് അല്ലാതെ അതിന് ബിസിനസിന്റെ പരിവേഷം ചാർത്തുകയാണ്. എന്നിട്ട് പറയും, എനിക്ക് ആ ബിസിനസ് നടത്തിയാൽ ഇഷ്ടംപോലെ സമയമുണ്ട് 4 മാസം പോകാൻ, ഇഷ്ടംപോലെ സമയമുണ്ട് 40 ദിവസം പോകാൻ, എനിക്ക് സൗകര്യം. ഒരു കട തുടങ്ങിയ ഉസ്താദ് ബുദ്ധിമുട്ടല്ലേ, ഞാൻ വൈകുന്നേരം വരെ കടയിൽ ഇരിക്കട്ടെ, 300 ദിവസം പിന്നെ ഞാനെങ്ങനെ 40 ദിവസം പോകാം, ഞാനെങ്ങനെ 4 മാസം പോകാം. ഇവർ 10 സെന്റ് വാങ്ങി വെച്ചാൽ നാളെ 1 ലക്ഷം, ഇന്ന് 50,000 വാങ്ങിയാൽ നാളെ 1 ലക്ഷം. എനിക്ക് ദുബായി പോവാം, എനിക്ക് അൾജീരിയയിൽ പോവാം, എനിക്ക് നൈജീരിയയിൽ പോവാം. നീ ഒരു കബറിലേക്കും പോണ്ട, നിന്നെ കൊണ്ട് ആവശ്യം ഉണ്ടാക്കില്ല. മനസ്സിലാക്കുക. പറഞ്ഞു വന്ന വിഷയം എന്താണെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസ്രത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവിയെയും ഈ ഭൂമിയിൽ താമസിപ്പിക്കാനാക്കിയപ്പോൾ ആദ്യമായി പഠിപ്പിച്ച ആദർശം വിവാഹപ്രതിഷ്ഠിതമാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ വഴിയിലേക്ക് നീങ്ങേണ്ടി വന്നത്. അപ്പൊ സമയം മുഴുവൻ അങ്ങനെ തന്നെയായി. ഏതാണ്ടൊക്കെ തളരുകയും ചെയ്തു. ഇനിയിപ്പം ബാക്കി പറയണമെങ്കിലും പിന്നൊരു വേള ഘടിപ്പിക്കണം.
അള്ളാഹു ഇൽമിൽ ബർക്കത്തും അമൽ ചെയ്യാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ സഹോദരന്മാരെ. അതുകൊണ്ട് സമൂഹം ഈ കാര്യത്തിൽ എന്ത് പരിവർത്തനം നടക്കും നമ്മൾ നോക്കണ്ട. വ്യക്തിപരമായി നമുക്കെന്ത് ചെയ്യാൻ പറ്റും നോക്കിയാൽ മതി. ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, അനന്തപുരിയുടെ ഉദാഹരണം എന്ന് വെച്ചിട്ട് ചൊല്ലി അബ്ദുള്ള മൗലവി അങ്ങനെയാണെന്ന് കരുതണ്ട. 4 മക്കളെ കെട്ടിച്ചു. അഷ്റഫുൽഖൽക്ക് എങ്ങനെ കെട്ടിച്ചു അങ്ങനെ അൽഹംദുലില്ലാഹ് ഭയങ്കര സംതൃപ്തിയാണ് ചെയ്തത്. 17ാമത്തെ വയസ്സിൽ പ്രസംഗിക്കാൻ തുടങ്ങിയതാണ് ഈ ധൂർത്തിനെതിരായിട്ട്, ഈ ബൂർഷ്വായിസത്തിനെതിരായിട്ട്. അതിനുവേണ്ടി സഹിക്കേണ്ടി വന്ന ത്യാഗം ചില്ലറയായിരുന്നില്ല മലബാറിൽ. അതിനുവേണ്ടി കൊടുക്കേണ്ട വിലയും ചില്ലറയായിരുന്നില്ല. ഈ വിവാഹത്തിന്റെ ഈ സമ്പ്രദായത്തിനെതിരായി ശബ്ദിച്ചതിന്റെ പേരിൽ അങ്ങനെ 77 തുടങ്ങിയതാണ് വയന്ന് പറയാ. 77 അന്നെത്ര വയസ്സ്? 56 പോയിട്ട് 66, 70, 21ാമത്തെ വയസ്സ് അന്ന് തുടങ്ങിയതാണ്. ഇന്നും ആ വിഷയത്തിനൊരു മാറ്റവും വരുത്തേണ്ടി വന്നിട്ടില്ല, ഒരു പരിവർത്തനം വരുത്തേണ്ടി വന്നിട്ടില്ല. 2 പെമ്മക്കളെയും കെട്ടിച്ചു, 2 ആമക്കളെയും കെട്ടിച്ചു. അന്ന് ഹബീബായ മുത്തായിഷാനെ എങ്ങനെ കെട്ടിയോ അങ്ങനെ, അന്ന് അഷ്റഫുൽഖൽക്ക് ഫാത്തിമാനെ എങ്ങനെ കെട്ടിച്ചോ അങ്ങനെ. അതുകൊണ്ട് അതെങ്കിലും പറയാൻ നല്ല ധൈര്യമുണ്ട്, മറ്റൊന്നിനും കൊള്ളൂലെങ്കിലും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ്. അതുകൊണ്ടാണ് ഒരു സംഘടന, NDF എന്നൊരു സംഘടന ഒരു വിവാഹത്തിന്റെ ദൂർത്തിനെതിരായിട്ട് ഒരു ജാഥ സംഘടിപ്പിച്ചു. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഏതാണ്ട് 10, 30, 40 കൊല്ലം മുമ്പേ മനസ്സിൽ സൂക്ഷിച്ച ഒരു ആദർശത്തിന്റെ വാഹകരാണെന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വരെ പരിപാടിയിൽ അങ്ങോളം ഇങ്ങോളം പങ്കെടുത്തത്. സന്തോഷം തോന്നിയൊരു പ്രോഗ്രാമായത്. വേണം വിവാഹ കമ്പോളത്തിൽ ഒരു പരിവർത്തനം, ആദർശവൽക്കരണം. ഇല്ലേ ഈ ഉമ്മത്തിന്റെ നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, അച്ചുകൊണ്ട് ഒന്നും നേടാൻ പറ്റൂല. ജനകീയവൽക്കരിക്കപ്പെട്ട ഇബാദത്തുകളെ ആദർശവൽക്കരിക്കാൻ തയ്യാറാകുന്ന കാലത്തോളം ലാ യുമിനു അഹദുകും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബി, തബഅൻ ലിമാ ജിഅ്തു ബി. നിങ്ങൾ ആരും മുഅ്മിനീങ്ങളാകുകയില്ല, നിങ്ങൾ ആരും മുഅ്മിനീങ്ങളാകുകയില്ല ഏതുവരെ? നിങ്ങളെ വികാരം എന്റെ താല്പര്യമാകുന്നത് വരെ. നിങ്ങളെ ഇച്ഛ, നിങ്ങളെ താല്പര്യം എന്റെ പിൻപറ്റലാകുന്നത് വരെ. അതാദ്യമായി നാം പ്രകടിപ്പിക്കുന്നത് വിവാഹത്തിലാണ്. അവർ ചോദിക്കും, നിങ്ങൾ ബന്ധുക്കളെ വിളിക്കണ്ടേ, കുടുംബക്കാരെ വിളിക്കണ്ടേ, ബന്ധുക്കളെ ബന്ധം കൂട്ടണ്ടേ? എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, ആദർശബന്ധമില്ലാത്ത കുടുംബ ബന്ധത്തിൽ ഇസ്ലാമിൽ യാതൊരു അർത്ഥവുമില്ല. ഇസ്ലാം ആദർശബന്ധമില്ലാത്ത കുടുംബ ബന്ധത്തെ അംഗീകരിക്കുന്നില്ല. 2 ബന്ധങ്ങളാണ്, ഒന്ന് ശുക്ലബന്ധം, പിന്നൊന്ന് ആദർശബന്ധം. ആദർശബന്ധമില്ലാത്ത ശുക്ലബന്ധത്തിൽ ഇസ്ലാമിന് സ്ഥാനമില്ല. നൂഹ് നബി അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞത് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നിന്റെ മോനല്ല. സ്വന്തം മോനെ പറ്റി, നൂഹ് നബിന്റെ ശുക്ലത്തിൽ ജനിച്ച മോനാണ്. ആ മോനെ പറ്റി അല്ലാഹു തആല പറഞ്ഞു അത് നിന്റെ കുടുംബമല്ല. എന്ന് വെച്ചാൽ അർത്ഥം ആദർശബന്ധമില്ലാത്ത കുടുംബബന്ധം പരിഗണിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഉമ്മു ഹബീബാന്റെ ബാപ്പ അബൂ സുഫിയാൻ, റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയാണ് ഉമ്മു ഹബീബ. ഉമ്മു ഹബീബാന്റെ ബാപ്പ അബൂ സുഫിയാൻ ഇസ്ലാമിന്റെ വിരുദ്ധനാണ്, എതിർചേരിയിലാണ്. മദീനയിലേക്ക് അക്കബ ഉടമ്പടി അക്കബയിൽ വെച്ച് നടന്ന ഉടമ്പടിയുടെ ലംഘനം ഖുറൈശികളുടെ ഭാഗത്ത് നടന്നു. ഹുദൈബിയ വെച്ച് നടന്ന ഉടമ്പടിയുടെ അതിന്റെ പുനർചിന്തനവുമായിട്ട് അബൂ സുഫിയാൻ സന്ധി സംഭാഷണത്തിന് മദീനത്തേക്ക് വന്നതായിരുന്നു. നിബിധങ്ങളെ കാണാൻ, സഹാബാക്കളെ കാണാൻ. ഏതോ ബുദ്ധിയില്ലാത്ത മടയന്മാര് ചെയ്തു വെച്ച പണിയാണ്, അതുകൊണ്ട് സന്ധി നമുക്ക് തുടരാമെന്ന് അപേക്ഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഈ സന്ദർഭത്തിൽ മോളെ ഒന്ന് കാണാം, മകളെ ഒന്ന് കാണാം എന്ന് കണക്കാക്കി വീട്ടിലേക്ക് പോയി. ആരാ മകള്? റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ. മകളെ ഒന്ന് കാണാമെന്ന് നിലക്ക് ബാപ്പ അങ്ങോട്ട് പോവുക. ദൂരത്തുനിന്ന് ഉമ്മു ഹബീബ കാണുകയാണ് ബാപ്പ വരുന്നത്. ഉമ്മു ഹബീബ എന്ത് ചെയ്തു? വെളിയിൽ അഷ്റഫുൽഖൽക്ക് ഇരിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിരിപ്പുണ്ടായിരുന്നു. ഉമ്മു ഹബീബ ഓടി വന്ന് ആ വിരിപ്പ് മടക്കി വീട്ടിനുള്ളിൽ കൊണ്ടുപോയി വെച്ചു. ബാപ്പാക്ക് വേറെ വിരിപ്പ് വെച്ചു കൊടുത്തു. ബാപ്പ ചോദിച്ചു, മോളെ നീ എന്താണ് ഈ കാണിച്ചത്? നീ മുഹമ്മദിന്റെ ഒന്നിച്ച് വന്നതിന് ശേഷം മഹാ മോശക്കായി തോന്നുമല്ലോ, നീ എന്താണ് അങ്ങനെ ചെയ്തത്? ബാപ്പ ഇരിക്കുന്നത് കൊണ്ടാണോ നീ അങ്ങനെ ചെയ്തത്? അതെ ബാപ്പ, നിങ്ങൾ മുശ്രിക്ക. എന്റെ ഭർത്താവ് അള്ളാന്റെ റസൂലാണ്. അള്ളാന്റെ റസൂൽ ഉപയോഗിക്കുന്ന വിരിപ്പാണിത്. മുശ്രിക്കായ നിങ്ങൾ അത് ഉപയോഗിക്കാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല ബാപ്പ. ബാപ്പാനോട് പറഞ്ഞ മോള്, അതാണ് ആദർശം. നമ്മളെന്താ പറഞ്ഞേ? അത് പെങ്ങളല്ല ഉസ്താദെ, ഇത് ഏട്ടനല്ല ഉസ്താദെ, അത് അനുജനല്ല ഉസ്താദെ. അള്ളാന്റെ റസൂൽ വെറുത്താലും കുടുംബത്തെ വെറുക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇസ്ലാമിന്റെ പ്രബോധകനാ പറയണത്. സാധാരണക്കാരൻ പറഞ്ഞാൽ സഹിക്കാം. ഇല്ല,
ഇല്ല, ആദർശത്തിന്റെ മുമ്പിൽ കുടുംബബന്ധം പ്രശ്നമാക്കേണ്ടതില്ല. അള്ളാഹു ചോദിക്കുകയും ചെയ്യില്ല. ബഹുമാനപ്പെട്ട ഒരു സഹാബി, ആ സഹാബി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഉമ്മ പ്രതിഷേധത്തിലാണ്. എന്റെ ഉമ്മ വെയിലത്തിറങ്ങി എന്നിട്ട് പറയുക, എന്റെ മോൻ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ വെള്ളം കുടിക്കൂല, ഈ വെയിലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്യില്ല, ഞാൻ രാത്രി ഉറങ്ങുകയും ചെയ്യില്ല, 3 ദിവസത്തേക്ക് ഞാൻ പട്ടിണി കിടക്കും. ഉമ്മ ശപഥം ചെയ്തു. സഹാബി റസൂൽ വിളിച്ചു പറഞ്ഞു, നബിയെ, എന്റെ ഉമ്മ ശപഥം ചെയ്തിരിക്കുകയാ, വെയിലത്ത് തന്നെ നിൽക്കുക, വീട്ടിൽ കയറുന്നില്ല, ഞാൻ ഇസ്ലാം എന്ന് തിരിച്ചു പോയാൽ മാത്രമേ ഒരു കയറുന്ന പറയുന്നത്, എന്ത് ചെയ്യണം നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താണ് മറുപടി പറയാ? കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ത് പറയും? അല്ലാഹു തആല ജിബ്രീലിനെ പറഞ്ഞു വിട്ട മറുപടിയായിട്ട്, ശിർക്ക് വെക്കുന്ന കാര്യത്തിൽ ഉമ്മയുപ്പി എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് ഫലാ തുതിഉഹുമ, അനുസരിക്കുന്ന പ്രശ്നമില്ല, അവര് വേണമെങ്കിൽ ചാകട്ടെ എന്ന് പറഞ്ഞു അല്ലാഹു തആല. ആദർശം. അവിടെ നിന്റെ ഉമ്മയാണ് ഉപ്പയാന്ന് നോക്കിയിട്ട് നീ അവരെ വേണ്ടിയിട്ട് ഇസ്ലാമിനെ ഒഴിവാക്കണ്ട, അവര് വേണമെങ്കിൽ ചത്തോട്ടെ, ജീവിച്ചോട്ടെ, ആദർശം വിടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞേക്ക് നബിയെ. അല്ലാഹു തആല ഖുർആൻ ശരീഫ് ആയത്താക്കി. ഇതാണ് നമ്മളെന്ത് പറയുന്നത്? അത് നമ്മൾ അടുപ്പിക്കാൻ വിട്ടാണ്. നിന്റെ അടുപ്പിക്കൽ നമ്മൾ ദീനുമായിട്ട് അടുപ്പിക്കാനാണ് ഉസ്താദെ. നമ്മൾ അങ്ങനെ കളിച്ച നാളെ പിറ്റെന്ത് കള്ള് കച്ചവടക്കാരൻ വരും ദീനുമായിട്ട് അടുപ്പിക്കാൻ. ഇപ്പം തൽക്കാലം കുടിക്കാൻ, ഞാൻ നാളെ കലിമ ചെല്ലാന്ന് പോയിട്ട് അപ്പൊ എന്താ ചെയ്യാ? കുടിച്ചു കൊടുക്കൂലേ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വേണം ഒരു പരിവർത്തനം, ഒരു പുനർചിന്തനം അനിവാര്യമാണ്. കാരണം എന്താണെന്നറിയുമോ? ഭൂലോകം ദീനുൽ ഇസ്ലാമിന്റെ പിടുത്തത്തിൽ അമരാൻ പോവുകയാണ്. അന്ന് അപരിശുദ്ധമായ രാജപാതയിൽ ലിങ്കുകളാവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ നാം സൗഭാഗ്യവാന്മാരായിരിക്കും. ബദരീങ്ങളെപ്പോലെ, ഉഹദീങ്ങളെപ്പോലെ. അവർ ഈ ഭൂമിയിൽ ഒന്നും നേടിയില്ല, പക്ഷെ അവരെന്ത് നേടി? പിറകെ വന്ന ദീനുൽ ഇസ്ലാമിന്റെ രാജപാതക്ക് അവരുടെ രക്തം ശക്തിയേറി അല്ലേ? അവരുടെ ശരീരം സാക്ഷിയായി, രക്തസാക്ഷികളായി അവർ. ബദരീങ്ങൾ ഭൂമിയിൽ ഒന്നും കണ്ട് ആസ്വദിച്ചില്ല. മക്കം ഫത്ഹാകുന്നത് കണ്ടില്ല. മദീന ഇസ്ലാമിന്റെ രാഷ്ട്രത്തിന്റെ തലസ്ഥാനമാകുന്നതും അവർ കണ്ടില്ല. അഷ്റഫുൽ ഖൽഖ് ചിരിക്കുന്നത് അവർ കണ്ടില്ല, കരയുന്നതേ അവർ കണ്ടിട്ടുള്ളൂ. സഹപാഠികൾ കരയുന്നതേ ആ സഹബാക്കൾ കണ്ടിട്ടുള്ളൂ, ചിരിക്കുന്നത് കണ്ടിട്ടില്ല. മക്കം ഫത്തഹിന് ശേഷം ഹബീബായ മുത്ത് ചിരിച്ചു. അഷ്റഫുൽ ഖൽഖിന്റെ അനുയായികളും ചിരിച്ചു, സന്തോഷിച്ചു. ഇനി ഒരിക്കലും ഈ നാട്ടിലേക്ക് ഒരു മുശ്രിക്ക് കടന്നു വരൂല എന്ന് അല്ലാഹു തആല ആയത്തിറക്കിയപ്പോൾ സഹാബാക്കൾക്കുണ്ടായ സന്തോഷം ചില്ലറയല്ല. ഹജ്ജത്തുൽ വിദാഇന്റെ ആ ആനന്ദം സഹാബാക്കൾ അനുഭവിച്ചപ്പോൾ ബദരീങ്ങൾക്കും മുഹദീങ്ങൾക്കും അത് കാണാൻ, ആസ്വദിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ നാളെ ആഖിറത്തിൽ അല്ലാഹു തആല ഏറ്റവും കൂടുതൽ സ്വാദ് കൊടുക്കുന്ന ആർക്കാണ്? ബദരീങ്ങൾക്കാണ്, മുഹദീങ്ങൾക്കാണ്. മക്കം ഫത്തഹിൽ പങ്കെടുത്തവർക്കായിരിക്കില്ല, ഹജ്ജത്തുൽ വിദാഇൽ പങ്കെടുത്തവർക്കും ആയിരിക്കില്ല. എന്തുകൊണ്ടെന്നറിയുമോ? അവരുടെ ജീവിതവും അവരെ കരച്ചിലും അവരെ നോവുമാണ് പിറകെ ആ രാജപാത പുനഃസ്ഥാപിക്കാൻ ഉടമസ്ഥനായ റബ്ബ് ഉപയോഗിച്ചത്. ഇതുപോലെ പുതിയ നൂറ്റാണ്ടിന്റെ ശൈശവദശ പിന്നിടുകയും ബാല്യദശ കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടക്കുകയും ഒരു ഇബ്രാഹിമി താക്കത്ത് അഷ്റഫുൽ ഖൽഖായ തങ്ങളെ ഉമ്മത്തിന് അല്ലാഹു നൽകുകയും ചെയ്യുമ്പോൾ